ഓർമ്മയിൽ ഇതാ ഒരു മണിനാദം. കലാഭവൻ മണി കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമ്മേളനവും SSLC പരീക്ഷയിൽ A+ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനവും പഠനോപകരണ വിതരണവും നടത്തുകയുണ്ടായി. പ്രസ്തുത ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടക്കുകയുണ്ടായി. കലാഭവൻ മണിയുടെ ഈ തുടക്കവും വളർച്ചയൊക്കെ നമുക്കറിയാം. വളരെ ദരിദ്രമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത്. ഈ സാഹചര്യത്തില് ഇതേപോലത്തെ യോഗങ്ങള് ഭാവിയിൽ സംഘടിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെയുള്ള യോഗങ്ങൾ നമ്മൾ തീരുമാനിക്കാൻ ശ്രമിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി OBC, SC, ST, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അപ്പൊ ഇവിടെ ഈ സമൂഹത്തില് ഏറ്റവും വളരെ അധികൃതരായിട്ടുള്ളവരാണ്. അപ്പൊ അവിടെയുള്ള ഈ സാഹചര്യത്തിൽ വളരുന്ന വിദ്യാർത്ഥികളെ നമ്മള് കലാപരമായും സാംസ്കാരികപരമായും ഉയർത്തെണീപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ആരാധ്യനായ OBC, ST, SC യുടെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രദേവ് എന്നെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കാം. ഇന്നത്തെ ഒരു ദിനമെന്ന് പറയുന്നത് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ വേൾഡിൽ വളരെ പോപ്പുലറായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മണിച്ചേട്ടന്റെ ഓർമ്മ ദിനമാണ്. നമുക്കറിയാം, അദ്ദേഹം വന്ന വഴികൾ തന്നെ കനലിൽ ചവിട്ടിക്കൊണ്ടാണ്. ഇവിടെ നമുക്ക് ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മുതിർന്ന എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളെ കുറിച്ച് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പാടിപ്പുകഴ്ത്തിയ ഒരുപാട് പാട്ടുകൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ പേര് ചന്ദ്രദേവ്. ഞാൻ ഈ സംഘടനയിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് വന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മുടെ മണിച്ചേട്ടന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങ്. രണ്ട്, കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംഘടന രൂപം പെട്ടിട്ടുണ്ട്. അതും OBC, ഓൾ ഇന്ത്യ OBC SC ST മഹാജന സംഘം എന്ന് പറയുന്ന ഒരു സംഘടന. ഇത് വരും കാലഘട്ടത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വരും തലമുറയുടെ ഒരു ആവശ്യമായിട്ട് ഉള്ള ഒരു പ്രസ്ഥാനം ഉടലെടുത്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്കിന്നിവിടെ എത്തിപ്പെടാൻ പറ്റിയത്. എനിക്കൊരു കൈത്താങ്ങായി കടന്നു വന്ന ബഹുമാന്യ വിഴിഞ്ഞാൻ റഹ്മത്ത് ബീബിയെ ഹൃദയംഗമായി ഞങ്ങളുടെ സംഘടനയിലേക്കും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അവരാണ് സാമ്പത്തികം മുടക്കി എൻ്റെ കൂടെ വന്ന് ഈ പിള്ളേർക്ക് ബുക്ക് വാങ്ങി തരുകയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ഒരു സഹായവുമാണ്. എന്നോട് ഒരു സംസ്ഥാന ഭാരവാഹി ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? എല്ലാ വർഷവും ഇത് എന്നെ ജോലി, സ്വന്തം പൈസ മുടക്കുക, പിള്ളേർക്ക് ബുക്ക് വാങ്ങുക, അത് കൊടുക്കുക. ഞാൻ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ കഴിയും? വേറെ എന്ത് ചെയ്യാൻ കഴിയും? 2 ബുക്ക് മാത്രം പഠിക്കുമ്പോൾ, ആദ്യത്തെ 1, 2 പഠിക്കുമ്പോൾ അപ്പൊ ബുക്ക് വേണ്ട, സ്ലേറ്റ് ആണ്. എങ്കിലും 2 ബുക്ക് വാങ്ങാൻ കിട്ടാതെ അടി വീട്ടിലും കൊള്ളും, സാറിന്റെ നിന്നും കൊള്ളും. ആ വേദന എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കും. 2 ബുക്ക് ഇന്ന് പിള്ളേർക്ക് ബുക്ക് ചുമന്നുകൊണ്ട് പോകാൻ വയ്യ, വേറെ കൂലിക്കാളെ വെച്ച് നോക്കണം. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം 10ാമത്തെ വർഷമാണ് ഇത് നടത്തുന്നത് കേട്ടോ. 10ാമത്തെ വർഷമാണ്. വളരെ ത്യാഗോഷ്ഠലമായാണ്. ഒരു പൈസ പോലും ഞങ്ങൾ മണിയോട് ചോദിക്കുകയോ മണിയുടെ വീട്ടുകാരോട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു ആംബുലൻസ് വാനും ഒരു മൊബൈൽ മോർച്ചറിയും വാങ്ങി പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയി വിതരണം ചെയ്യാനാണ് ഞങ്ങളുടെ ശ്രമം. എത്ര കണ്ട് നടക്കുമെന്ന് അറിയില്ല. ഞങ്ങള് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ
വ്യവസായ മേഖലയിൽ കയറി ഇറങ്ങി. ആരും പൈസ തന്നിട്ട്. ഇനി ഞങ്ങൾ അമ്മയെ സംഘടനയെ കാണാൻ പോകുന്നു, ചാണ്ടി ഉമ്മനെ കാണാൻ പോകുന്നു. ഇവിടെ കിട്ടിയില്ലേ നേരെ വിജയുടെ അടുത്തേക്ക് പോകാൻ പോവാണ്. കേരളത്തെ അപമാനിച്ചുകൊണ്ട് വിജയുടെ അടുത്ത് പോകാൻ പോവുകയാണ് ഇത് വാങ്ങിത്തരാൻ. നമുക്ക് ഇന്നിവിടെ കലാഭവൻ മണിയുടെ ഓർമ്മകൾ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ പൊതുജന കാഴ്ചപ്പാടും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനോടുള്ള കർത്തവ്യം, നമ്മുടെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം, മനുഷ്യൻ ഏത് രീതിയിൽ ചിന്തിക്കണം, അവന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും സഹോദര സ്നേഹങ്ങളും അതുപോലെ തന്നെ തന്നെക്കാൾ പാവപ്പെട്ട ജീവജാലങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ മനുഷ്യ സ്നേഹങ്ങൾ ഊട്ടിയുണർത്തതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.